എല്ലാവർക്കും നമസ്കാരം. അതെ, ചെർപ്പളശ്ശേരിക്കാർക്ക് കോഴിക്കോട് വെച്ചിട്ടുണ്ടായിട്ടുള്ള മകളാണ് ഞാൻ. അവരുടെ ആദ്യത്തെ കുട്ടി, ആദ്യത്തെ ചെറിയ കുട്ടി, ആ ചേക്കു നിഷ അച്യുതൻ. ഞാൻ വളർന്നത് തേഞ്ഞിപ്പാലം, മലപ്പുറം ജില്ല. പിന്നെ പഠിച്ചത് തൃശ്ശൂർ. അതാണ് എൻ്റെ തൃശ്ശൂർ കണക്ഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലി, കല്യാണം, കുട്ടി, കുടുംബം അങ്ങനെയൊക്കെ ആയിട്ടൊരു ബാംഗ്ലൂർ മലയാളിയായിട്ട് കുറച്ച് കൊല്ലം അവിടെ താമസിച്ചു. ഇപ്പോൾ ബാംഗ്ലൂരും തിരുവനന്തപുരമായിട്ട് ജോലി കാര്യങ്ങളായിട്ട് അങ്ങനെ പോണു. അടിസ്ഥാനപരമായിട്ടൊരു എൻജിനീയറാണ്. പക്ഷേ എന്നിരുന്നാലും സ്റ്റാൻഡപ്പ് കോമഡി എന്ന മോഹവുമായി രണ്ടാമതും വന്നു നിൽക്കുന്നത് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദി. എന്നെ പോലെ ഒരാൾ ഇതുപോലൊരു സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണ ഒരു ടോപ്പിക് എടുത്ത് ഒരു വിഷയം എടുത്ത് സംസാരിക്കണമല്ലോ. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഞാനൊന്നും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് കിട്ടി. നമുക്ക് പ്രേമത്തിനെ പറ്റി സംസാരിക്കാം. എന്താ അഭിപ്രായം? ഓക്കെ. ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഒരുവിധം എല്ലാവർക്കും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടാവും. വൺ വേ ട്രാഫിക് ആണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രേമം ഇല്ലാത്ത ഒരാളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഷ്ടകാലത്തിന് നിങ്ങൾ ഒരാളും പ്രേമിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങളറിയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന് ഒരു വൻ പ്രണയം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതൊന്നാമത്തെ കാര്യം. ഇതിന് രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രേമത്തിനെ പറ്റി നമ്മൾ ഈ സംശയം ചോദിച്ചു പോകുന്ന ചില ആൾക്കാരുണ്ട്. എന്ത് ചെയ്യൂടാ, എന്താ വേണ്ടേ, അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് അറിഞ്ഞൂടാ. കുറേ പേര് വന്ന് സംശയം ചോദിക്കണം. അങ്ങനെ ഒരാൾക്ക് ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരാൾ വന്ന് സംശയം ചോദിച്ചു. ഞാൻ വേണ്ട ഉപദേശങ്ങൾ നൽകി, ആത്മവിശ്വാസം നൽകി. എന്തിനു പറയണു, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ പ്രണയാഭ്യർത്ഥന നടത്തി. 3 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഇപ്പോൾ എലിജിബിലിറ്റിയുടെ കാര്യം തീരുമാനമായല്ലോ. പ്രേമത്തിനെ പറ്റി പറയാനുള്ള കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ ഈ പ്രേമത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പ്രേമത്തിനോടുള്ള മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രേമത്തിനുള്ള മനോഭാവം ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ മലയാളിയുടെ മനോഭാവം എങ്ങനെയാ അറിയോ? ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞ മാതിരി വളരെ വളരെ നല്ല അഭിപ്രായമാണ് പൊതുവെ. എന്നാൽ ഈ ചില ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ കൂട്ടുകാരുടെ ഒക്കെ പ്രേമാണെങ്കിൽ ഭയങ്കര കട്ട സപ്പോർട്ടായിരിക്കും. സ്വന്തം പ്രേമാണെന്നുണ്ടെങ്കിൽ മനോഹരം ഉദാത്തം, സുഹൃത്തിൻ്റെ ആണെങ്കിൽ കട്ട സപ്പോർട്ട്. എന്നാലും ചില കശ്മലന്മാരും കുശുംബന്മാരും നിങ്ങളോട് പറയും അവള് വേണ്ട, ഇവള് വേണ്ട, സീൻ കോൺട്ര, അതൊന്നും ഗവനിക്കരുത്. എന്നാൽ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഹര മനോഭാവം ചില സമയങ്ങളിൽ കുറേശ്ശെ ഒന്നങ്ങോട്ട് മാറും. എപ്പോന്നറിയോ? ഈ പറഞ്ഞ പ്രേമകഥയിലെ നായകൻ, നായിക, നമ്മുടെ സ്വന്തം സഹോദരൻ, സഹോദരി, മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു മനോഭാവത്തിൽ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ വരും. പക്ഷേ ഈ പൊതുവെ ഈ പ്രേമത്തിനോടുള്ള ഈ മനോഭാവം ഇങ്ങനെ ആയത് എന്താന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എന്തറിയോ? ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മതവിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന മാതിരി ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ പ്രേമത്തിനോടുള്ള മനോഭാവവും പ്രണയവും രണ്ടും ജീവിതശൈലി രോഗങ്ങളാണ്. അതായത് ഇത് രണ്ടും എന്ന് പ്രാസം ഒപ്പിച്ച് പറഞ്ഞത് കൊണ്ടല്ല, അതോ രണ്ടും പഞ്ചാര എന്നൊരു ചെല്ലപ്പേരുള്ളത് കൊണ്ടും കൂടിയല്ല. രണ്ടും മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കി തരുന്ന സാധനം മാത്രമാണ്. അപ്പം അതുപോലെ ഇത്രയും കാലം കടന്നു പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇതുവരെ പ്രേമത്തിന് എവിടെയും നല്ല പേരൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര, പ്രത്യേകിച്ച് പ്രേമവിവാഹമാണെങ്കിൽ ഭയങ്കര മോശമായിട്ടാണ് ആൾക്കാർ കണക്കാക്കിയിരുന്നത്. രണ്ടിടത്താണ് നല്ല പേര് കാണുകയുള്ളൂ. ഒന്ന് പുസ്തകങ്ങളിൽ അഭിജ്ഞാന ശാകുന്തളം, വാ വാ വാ, അതുപോലെ പുസ്തകങ്ങൾ, സിനിമ, ഇതിലൊക്കെ നല്ല പേരാണ്. വീട്ടിൽ ചെന്നാൽ വിവരം വേറെ, അറിയുന്നവർക്കറിയാം. അപ്പോൾ ഇങ്ങനെയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മനോഭാവം ഇങ്ങനെയായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജീവിതശൈലി രോഗമാണല്ലോ, നമ്മളിത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കാരണം വേറൊന്നും കൂടിയുണ്ട്. എന്താണെന്നറിയോ? പ്രേമത്തിന് ഇവരുടെ കാഴ്ചപ്പാടൊന്നും വിഷയമല്ല. പ്രേമത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അതിപ്പോൾ നമ്മൾ ആരോ മാർക്കിട്ടിട്ട് വെള്ളത്തിനോട് ആ വഴി പോകാൻ പറഞ്ഞാൽ വെള്ളം പോകുമല്ല. അത് താണ നിലത്തേ നീരോടും എന്ന് പറഞ്ഞ മാതിരി വെള്ളം അതിൻ്റെ വഴിക്ക് പോവും. അതുപോലെ പ്രണയം എത്ര അതിര് കെട്ടി തിരിച്ച് വളച്ച് നിർത്തിയാലും അതിന് വേണ്ട വഴിയെ ഒഴുകി അങ്ങോട്ട് പരക്കും. എങ്ങനെ മനസ്സിലായിന്നാ? അനുഭവം ഗുരു, അത്രേ പറയാനുള്ളൂ. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക്, ജീവിതശൈലി രോഗമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിന് എന്തെങ്കിലും നടപടികൾ എടുക്കണമല്ലോ. ഞാൻ സ്വയം പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു അമ്മയായി സ്വയം പ്രഖ്യാപിച്ചു. ഐ എം എ പ്രോഗ്രസീവ് മോം. ഓക്കെ. ഇത് ഞാൻ സ്വയം തീരുമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ട് കാലത്ത് ദമ്പതി സ്നാനമൊക്കെ നടത്തിയിട്ട് എനിക്ക് കിട്ടിയ ഒരു മോനുണ്ട്. ഞാൻ ഇവനോട് എന്ന് പറഞ്ഞു, ഇടാ മോനെ, നീ വലുതായിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നീ സ്വന്തം നിലയ്ക്ക് പെൺകുട്ടീനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ, അമ്മ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. കുട്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പ്രേമവിവാഹം നടത്തിയത് കൊണ്ടാണ് എനിക്ക് അറേഞ്ച്ഡ് മാരേജിനോട് താല്പര്യമില്ലാത്തതെന്ന്. അല്ല,
ഇതിപ്പോ മറ്റേ പവനായി വന്നിട്ട് മലപ്പുറം കത്തി വേണോ അമ്പും മില്ലും വേണോ എന്ന് ചോദിച്ചമാര് രണ്ടായാലും എൻ്റെ റിസൾട്ട് ഒന്നാ. ഒരു കാര്യമില്ല അവിടെ. എൻ്റെ പ്രശ്നം വേറെയാ. ഞാൻ സ്വയം എടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് നടത്തിയ കല്യാണത്തിൻ്റെ ക്ഷീണം ഇപ്പോഴും ഒരു 25 കൊല്ലമായിട്ട് ഇങ്ങനെ മെയ്യെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഇപ്പം ഞാൻ അവൻ്റെ കല്യാണത്തിനെടുത്ത തീരുമാനത്തിൻ്റെ ക്ഷീണം കൂടെ ഞാൻ സഹിക്കാൻ സാധിക്കില്ല. വയ്യാത്തോണ്ട് മാത്രമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് പോണ സ്ഥിതിക്ക് അമ്മ പ്രോഗ്രസീവ് ആണെങ്കിലും അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മയുടേതായ വേവലാതിയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, എന്താ വല്ലതും നടക്കുമോ, എങ്ങനെ പോണു കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറയല്ലേ, അമ്മേ എനിക്ക് മുടി പിന്നിടാൻ പഠിപ്പിച്ചു തന്നെ. ഞാൻ ചോദിച്ചു അതെന്തിനാ? മുടി പിന്നിടാൻ അത് ഞാനൊരു ദത്തുപുത്രിയാണ്, എനിക്കൊരു കുട്ടീനെ ദത്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുടി കെട്ടിക്കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ എന്തിനാ ദത്തെടുക്കണേ? അല്ല ഇപ്പം പോണ പോക്ക് കണ്ടിട്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, അവളെ കല്യാണം കഴിച്ച് എനിക്കൊരു കുട്ടി ഉണ്ടായി, അതിൻ്റെ മുടി കെട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല, അപ്പോൾ എനിക്ക് കുട്ടി വേണമെങ്കിൽ ദത്തെടുക്കേ വഴിയുള്ളൂ. ദീർഘദർശിയായ മകൻ്റെ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പ്രോഗ്രസീവ് അമ്മ ഒന്ന് വരണ്ടു. അപ്പോൾ ഞാൻ പിന്നെ ഉടൻ നമ്മുടെ ഗോപിനാഥ് മുതുകാട് പോലെ ഞാൻ ഇങ്ങോട്ട് മോട്ടിവേഷനിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു നീ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടിരിക്കടാ, നിനക്ക് അതില്ല ഇതില്ല, നീ അങ്ങനെ കഴിവുള്ളല്ലേ ഇങ്ങനെ. ഇതിങ്ങോട്ട് പറഞ്ഞു വന്ന വഴിക്ക് ചേക്കൻ പറഞ്ഞു, അമ്മ നിർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ഈ ഒറ്റ പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ എന്ന്. അത് പോയിന്റ്. അപ്പൊ അവന്റെ പ്രശ്നം എന്താന്ന് അവൻ അറിയുന്ന സ്ഥിതിക്ക് പരിഹാരം അവൻ തന്നെ കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചു കാലം അങ്ങനെ നിന്നു. പക്ഷെ പിന്നെയും സഹിയിട്ട് ഞാൻ അവനോട് ചോദിച്ചു, അല്ല കുട്ടാ വല്ലതും നടക്കുമോ? അമ്മേ ഒരു ലോങ് ഡിസ്റ്റൻസ് ഓഫർ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടാന്ന് വെച്ചു. അതെന്തേ? ഞാൻ പറയാ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് STD ബൂത്തിലിരുന്ന് ഫോൺ വിളിച്ചിട്ടും 2 പേജ് കവിയാണ്ട് കത്തെഴുതിയിട്ടും ഒരു പ്രണയം 3 കൊല്ലം കൊണ്ടു കിടന്ന് അയാളെ കെട്ടിയേ അവൻ്റെ അമ്മയോടാണ് അവൻ ഈ പറയണേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ട് ആവില്ല എന്ന്. ഏത് ബാംഗ്ലൂർ കോഴിക്കോട് അത് നടത്തിയിട്ട് ഞാൻ, എന്നിട്ട് അവൻ പറയാണ് നടക്കൂലെന്ന്. ശരി ഞാനൊന്നും പറയാൻ പോയില്ല, ആയിക്കോട്ടെ സഹായം വേണ്ടെങ്കിൽ വേണ്ട. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ചോദ്യം വേണ്ട, ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലാണെന്ന്. ഈശ്വര, ഇതെനിക്കൊരു പുതിയ വാക്കായിരുന്നു സിറ്റുവേഷൻഷിപ്പ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എനിക്കും അതെ, പുതുതായിരുന്നു. ഞാൻ പിന്നെ സ്വന്തം നിലയ്ക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് പോകണല്ലോ സാധനം എന്താന്ന്. അപ്പം നോക്കുമ്പോൾ ഈ പുതിയ വാക്ക് വന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ പദസഞ്ചയത്തിൽ ഇക്കഴിഞ്ഞ വർഷം ചേർത്തിട്ടുള്ള പദമാണ്. അപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് വിശദീകരിക്കണം എങ്ങനെയാണ് ചോദിച്ചപ്പോൾ, നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടോ? ചാറ്റ് ചെയ്യാറുണ്ട്. കാണാറുണ്ടോ? വല്ലപ്പോഴും. സംസാരിക്കാറുണ്ടോ? പിന്നെ സംസാരിക്കും. അപ്പം നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്? അല്ല അമ്മേ, ഞങ്ങൾ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് അല്ല, ഞങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണ്. എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് വഴിക്ക് കളിക്കുക എന്ന് പറയും, ഒരു ഉറപ്പില്ലാണ്ടേ. ആണോ അല്ലേ? അത് മാത്രമാണ് സിറ്റുവേഷൻഷിപ്പ്. ശരി ആയിക്കോട്ടെ, അതും നമ്മൾ വിട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി സിറ്റുവേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അവനോട് ചോദിച്ചു, അല്ല എന്തായി കുട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ ദേഷ്യവും ദൈന്യതയും ഒരുപോലെ സമം ചേർത്തിട്ട് ഒരു നോട്ടം നോക്കി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സിറ്റുവേഷൻഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് എന്തായാലും ഉണ്ടാവും. ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വേണ്ട? റീബൗണ്ട്. സമയം കൊടുക്കണം. പിന്നെ നമ്മൾ സമയം കൊടുത്ത് സാവകാശമായപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പിന്നെയും ചോദിച്ചു, എടാ അമ്മയുടെ വേവലാതി കൊണ്ടാണ്, അമ്മ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ മുൻപരിചയമുള്ള കാര്യം നിനക്കറിയാലോ, എന്തെങ്കിലും ഹെൽപ്പ് നിനക്ക് എങ്ങനത്തെ കുട്ടികളെ താല്പര്യം എന്നെങ്കിലും പറയേ. അവൻ എന്നെ ഒന്ന് വിശദമായി ഒന്ന് നോക്കി, എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ഭർത്താവിനെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ സെലക്ഷൻ ഞാൻ കണ്ടു, എനിക്ക് അമ്മയുടെ യാതൊരു സഹായവും വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഇത്ര ചിരിക്കാൻ മാത്രം, നിങ്ങൾ എൻ്റെ സെലക്ഷനൊന്നും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. ഒന്നുമില്ലെങ്കിൽ 10-25 കൊല്ലായില്ലേ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ സിറ്റുവേഷൻഷിപ്പ്, റൊമാൻസ്, റിലേഷൻഷിപ്പ് ഇങ്ങനത്തുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ഗവേഷിച്ച് പഠിച്ച് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ആച്ചേക്കു സൈനിങ് ഓഫ്. Once upon a time, once upon